ഹായ് അസ്സാം വലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലാകുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ എന്താ പറയുക, കല്യാണം കഴിച്ച വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകുമല്ലോ. ഞാൻ അങ്ങനെ കൊണ്ടുപോകലുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കൊണ്ടുപോകലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകലുണ്ട് കേട്ടോ. തേങ്ങ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് സംഭവങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ സാധനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഞാനിത് എന്താ പറയുക, ഇതൊരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. അത്തിക്കായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഇത് കേട്ടോ. അത്തിക്കായ് എന്ന് പറയും. ഇത് ഉപ്പേരി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഒരുപാട് അസുഖത്തിന് മരുന്നാണെന്ന് പറയുന്നേക്കാം ഈ ഒരു സാധനം. ക്യാൻസറിനൊക്കെ മരുന്നാണ് അറിയണേ കേട്ടോ. എൻ്റെ അമ്മായിക്ക് സുഖം ഉണ്ടായില്ല, അതുപോലെ ക്യാൻസർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മായിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ആദ്യമായിട്ട് ഇത് കുഴിച്ചിടുന്നത്. അമ്മായിക്ക് വേണ്ടിയിട്ട് അമ്മായിക്ക് ഇങ്ങനെ ഉപ്പേരിയൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടേനു ഇത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഈ സാധനം കുഴിച്ചിടുന്നത്. അപ്പോൾ അത് ഇത്ര വലിയൊരു മരമായിട്ടോ. ഒരുപാടുണ്ട് കേട്ടോ അതിന്മേ, ഒരുപാടുണ്ട്. ഇത് ഇവരങ്ങനെ കഴിക്കലില്ലാന്ന് എനിക്ക് തോന്നണേ. എന്തുകൊണ്ട് അവർ കഴിക്കാത്തെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് നമ്മുടെ ഇടിച്ചക്ക മുതിരൊക്കെ വെക്കുമല്ലോ, നമ്മൾ ഇടിച്ചക്ക മുതിരൊക്കെ വെക്കുമല്ലോ, അതുപോലെ ഇത് മമ്പയർ, ഈ അത്തിക്കായൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത് പറിച്ചിട്ട് കുറച്ച് എൻ്റെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്കാർക്കും ഈ സാധനം അറിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അത്തിക്കായ് അറിയില്ല, കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് പറിച്ചിട്ട് കൊണ്ടുവന്ന് തരേണ്ടത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏതായാലും കുറച്ച് അധികം പറിച്ചെടുക്കണം കേട്ടോ. അപ്പം നിങ്ങളെയും കൂടി ഈ സാധനം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുമ്മ കറുണ്ട് കേട്ടോ, പൊട്ടിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ കണ്ടില്ലേ, ഇത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഇതുമ്മ ഒരു കറ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഡ്രസ്സിലായി കഴിഞ്ഞാൽ പോകുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാനിത് കുറച്ചധികം പൊട്ടിച്ചെടുക്കണം. എനിക്ക് അവിടുത്തോൽക്കൊക്കെ കൊടുക്കുകയും വേണം. ഇപ്പോൾ തറവാടാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഞങ്ങൾ എന്താ പറയുക, ഒരുപാട് ഫാമിലി താമസിച്ചൊരു വീടാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. അവസ്ഥ ഒരുപാട് കാലം വാടകയൊക്കെ കൊടുത്തിനു. ഇപ്പോൾ ഇതിൽ ആരുമില്ല താമസിക്കാൻ. ഒരു 6 ബെഡ്റൂമോ വലിയ വീടാണ് കേട്ടോ. ഉള്ളിൽ ഇതാ അങ്ങനെ മുകൾക്ക് 2 റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ആകെ കേടന്ന് കിടക്കുകയാണ്. ഇതിൽ ആരുമില്ല ഇപ്പോൾ. പഴയ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. ഇവിടെയാണ് എന്തുള്ളത്, നമ്മുടെ ഈ ഒരു അത്തിമരം ഉള്ളത്. ഇതാണ് അത്തിമരം. മുകളിൽ കൂടിയൊക്കെ ഉണ്ട്, കണ്ടില്ലേ, ഒരുപാടുണ്ട് ഇതിന്മേ. ഇത് തണലുമാണ് കേട്ടോ, നല്ലൊരു തണൽ മരമാണ് കേട്ടോ. കണ്ടോ, പടർന്ന് ഇങ്ങനെ പന്തലിച്ച് ഇതിൻ്റെ ഇലയൊക്കെ ഒരുപാട് വലുപ്പത്തിലുള്ള ഇലയാണ്. അപ്പം ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ചെടുക്കുക തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഞാൻ പാത്രം കൊടുത്തിട്ടില്ല, ഞാനൊരു എലിക്കാണ് ഇടുന്നത് കേട്ടോ. കുറച്ചിവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സംഭവം ഇതാണ് കേട്ടോ. എൻ്റെ എളാപ്പാൻ്റെ വീടാണിത്. ഇതാണ് ഞങ്ങളെ ജ്യൂസിൻ്റെ കമ്പനി. സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്ക്, നല്ല സൗണ്ടാണ് കേട്ടോ അവിടുന്ന്. ഇതാണ് എൻ്റെ അമ്മായിൻ്റെ വീട്. മാഷാ അല്ലാ, നല്ല അടിപൊളി വീടാണ് കേട്ടോ. ഈ വീട് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതവർ പൊടിയായിട്ട് ഇവിടെ മൂടിയതാണ് കേട്ടോ. ഈ റോട്ടിൽ നിന്നുള്ള കമ്പനിക്ക് വണ്ടികൾ ഇങ്ങനെ വരും എപ്പോഴും. അപ്പോൾ അവർ മൂടിയിട്ടിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ ഏതാണ്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടൊരു 1 ഇയർ ആവണേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ നല്ല രസമാണ് കാണാൻ കേട്ടോ. അങ്ങനെ ഈ കുഞ്ഞു വീടാണ് എൻ്റെ വീട് കേട്ടോ. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ സ്കൂൾ പൂട്ടിയ സമയത്ത് ഞങ്ങളെ മക്കളും, ഞങ്ങൾ 5 മക്കളും ഞങ്ങളെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്ത് കൂടിയൊക്കെ ഓരോന്ന് അവർ കുട്ടികൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എത്ര ക്ലീൻ ചെയ്താലും പിന്നെയും കൊണ്ടുവന്നിട്ട് അവർ. ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എളാപ്പ, അമ്മായി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഏരിയയിലുള്ളത്. വേറെ അങ്ങനെ ആരും ഈ ഒരു നമ്മുടെ അയൽവക്കത്തായിട്ട് അങ്ങനെ അല്ല. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ, നല്ല രസമാണ് ഇവിടെ കമ്പനി.
അവിടുന്ന് കണ്ടപ്പോൾ ശരിക്കും കണ്ടിട്ടുണ്ടായില്ല അല്ലേ. ഇതാണ് കേട്ടോ കമ്പനീൻ്റെ പുറം ഭാഗം അതാണ്. അപ്പോൾ അവിടെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എപ്പോഴും കുട്ടികൾ കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഉച്ച സമയത്താവുകൊണ്ട് ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഒരു വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരേക്കും ഇൻഷാ അല്ലാ. സലാം പറ. അസ്സലാമു അലൈക്കും.